ഹായ് ഹലോ. സോഷ്യൽ മീഡിയയിലെ പുതിയ വിവാദം ഫൈസൽ മലബാറിൻ്റെ ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ വിവാദമാണിത്. നമ്മുടെ ആദില നൂറയും, അത് ബിഗ് ബോസിലൂടെ ഇപ്പം പ്രശസ്തമായ ആദില നൂറ, എല്ലാവർക്കും അറിയാം, അവരൊരു ലെസ്ബിയൻ കപ്പിൾസാണ്. അവർ ഈ ഫൈസൽ മലബാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പെരകേറി താമസത്തിന് വേണ്ടി ആ ചടങ്ങിൽ, അത് വൻ ചടങ്ങായിരുന്നു. സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും എല്ലാവരും പങ്കെടുത്ത ആ ചടങ്ങിലേക്ക് ഇവരും വന്നു. ഫൈസൽ മലബാർ പറയുന്നത് പുള്ളി ക്ഷണിക്കാതെയാണ് ഇവർ വന്നത്. പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ക്ഷണിച്ചത് അവരായിരിക്കാം. എന്തായാലും അവർ വന്നു. പുള്ളി അവരുമായിട്ടൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഒരുപാട് വൈറലായി. അപ്പോഴാണ് ശരിക്കും ഈ വിവാദത്തിന് തുടക്കം. അതിനുശേഷമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണ് വിവാദങ്ങൾക്ക് തുടക്കം. ഈ ആദില നൂറെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാട് ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല, എത്രത്തോളം അവർ ഒരുപാടുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും കൂടി കയറി ഫൈസൽ മലബാറിൻ്റെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെ കേട്ട് വളരെ വൾഗറായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ അതിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. പുള്ളിക്കെതിരെയൊക്കെ സംഭവങ്ങൾ, ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ പുള്ളിക്കെതിരെ ഉണ്ടായി. അപ്പോൾ പുള്ളി ഇതിനകത്തൊക്കെ തടി തപ്പാൻ വേണ്ടി, ഈ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഈ എന്താ പറയണ്ടേ, ഈ എലിവാണങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. സത്യം പറഞ്ഞാൽ അതൊരു മനുഷ്യത്വപരമായ ഒരു സംഭവമൊന്നുമല്ല. ആ രണ്ട് പെൺകുട്ടികൾ അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ, അവരെ ക്ഷണിച്ചു വരുത്തിയിട്ട്, എന്തായാലും താങ്കൾ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാകും അവരെ ക്ഷണിച്ചത്. അവരെ ക്ഷണിച്ചു വരുത്തി, വിളിച്ചു വരുത്തി അപമാനിച്ചതും ഈ സമൂഹത്തിൽ അവരെ ഇട്ടുകൊടുക്കുന്നതും ചെയ്തത് തീരെ മനുഷ്യത്വപരം അല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും പുള്ളി നല്ല ഏറിൽ തന്നെയാണ്, പുള്ളി ഏറിൽ തന്നെ പോകേണ്ടതാണ്. പുള്ളി അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും അവർ വന്നു, പങ്കെടുത്തു, പോയി, എല്ലാം കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് അവരെ വീണ്ടും സമൂഹത്തിലേക്കിട്ട് വലിച്ച് കീറാനായിട്ട് ഇട്ടുകൊടുത്ത ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് അനവസരത്തിലുള്ളത് തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആദില നൂറ ഇതോടുകൂടി ഏകദേശം അവർക്ക് ഒരു നല്ല സപ്പോർട്ടും, അവർക്ക് എന്തായാലും ഒരു സഹാനുഭൂതി സമൂഹത്തിലുണ്ടാകും. അത് ആവശ്യവുമാണ്.